എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പിടിയും കോഴിക്കറിയുടെയും റെസിപ്പി ആയിട്ടാണ്. മെയിനായിട്ട് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് പിടിയാണ്. കോഴിക്കറിയുടെ റെസിപ്പി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പിടി വന്നിട്ട് നല്ല ക്രീമി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിടിയാണ്. അപ്പോൾ ഈസ്റ്ററിന് ട്രൈ ചെയ്ത് നോക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതുപോലെ നമ്മളിതിന് മുൻപ് മധുരപ്പിടിയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അധികം താമസിയാതെ പിടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇടികല്ല് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മളൊരു 2 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു പിടി ചെറിയ ഉള്ളിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ നന്നായിട്ടൊന്ന് ചതച്ച് എടുക്കണം. വെളുത്തുള്ളി ഒരുപാട് കൂടണ്ട, 2 എണ്ണം ചേർത്താൽ മതി. അപ്പോൾ ആ ജീരകവും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് ചതച്ചിട്ട് ഒരു ചെറിയ ഉള്ളിയും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് നമ്മൾ എടുക്കുന്ന പൊടിയിലേക്ക് ചേർക്കാനും ഒക്കെയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പിടി ഉണ്ടാക്കാനായിട്ട് എടുക്കേണ്ട അരിപ്പൊടി എന്ന് പറയുന്നത് നന്നായിട്ട് വറുത്ത അരിപ്പൊടിയാണ്. വളരെ നൈസായിട്ടുള്ള അരിപ്പൊടി. ഇനി പൊടിച്ചെടുക്കുന്നവർക്ക് പൊടിച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പാക്കറ്റ് പൊടി എടുത്താലും മതി. നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന പൊടിയാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്, പുട്ടുപൊടിയല്ല. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ അരിപ്പൊടി നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന പോലെ നന്നായിട്ട് ചൂടുവെള്ളത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മളൊരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കുന്നുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തേങ്ങയും അതുപോലെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും ഒക്കെ ചേർത്തിട്ട് മാവ് കുഴയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിടിക്ക്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന് മുൻപായിട്ട് തേങ്ങയും അരിപ്പൊടിയും ഉപ്പും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചിലർ ഈ അരിപ്പൊടി ഒന്നുകൂടെ വറുത്തിട്ട് കുഴയ്ക്കും. ഇത് ഓൾറെഡി വറുത്തതായതുകൊണ്ട് ഞാൻ വീണ്ടും വറക്കുന്നില്ല. ഇനി നമുക്ക് ഈ മാവ് കുഴയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഒരു സോസ് പാനിലേക്ക് നമ്മൾ 3 കപ്പ് 250 മില്ലിയുടെ കപ്പാണ് എൻ്റെ ഒരു കപ്പ്. അതിന് 3 കപ്പ് വെള്ളം നമ്മൾ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ വെള്ളം തിളയ്ക്കുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഒരു ഉള്ളി, വെളുത്തുള്ളി, ജീരകം അതും കൂടെ ചേർത്തിട്ടാണ് ഈ വെള്ളം തിളപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ മാവ് കുഴയ്ക്കുമ്പോഴും അത് ചേർക്കും, അതുപോലെ തന്നെ നമ്മൾ പിടി ഉണ്ടാക്കുമ്പോഴും അത് ചേർക്കും. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഒരു കൂട്ടും കൂടെ ചേർത്തിട്ട് ഈ വെള്ളം നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കാം. ഈ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊടിയിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിരിക്കുന്ന കാരണം ഇതിൽ ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. വെള്ളം ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചിട്ട് വേണം നമ്മൾ മാവിൽ ഒഴിച്ച് കുഴയ്ക്കാനായിട്ട്. അപ്പം നമ്മൾ ആദ്യം ഒരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ട് മാവിൽ ചേർത്തിട്ട് കുഴയ്ക്കാം. ഓരോ പൊടിയുടെ ഇതനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യമേ എല്ലാ വെള്ളവും കൂടെ എടുത്തതിൽ ഒഴിക്കരുത്. അതുപോലെ 3 കപ്പ് വെള്ളം നമ്മൾ എടുത്തിരിക്കുന്നത് മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല. അപ്പോൾ കുറേശ്ശെ എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ 1.5 കപ്പ് പൊടിക്ക് ഞാനിവിടെ 1.5 കപ്പ് വെള്ളം തന്നെയാണ് കുഴയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഓരോ പൊടിക്കും വ്യത്യാസപ്പെട്ടിരിക്കും, അത് നിങ്ങൾ നോക്കിയിട്ട് ചേർക്കുക. പിന്നീട് കുഴിക്കാനാവുന്ന ഒരു പരുവാകുമ്പോഴത്തേക്ക് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴിക്കുക. ഞാനൊരു ഗ്ലൗസ് ഇട്ടിട്ടാണ് ഇതിപ്പോൾ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ചൂട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നന്നായിട്ടിത് സോഫ്റ്റ് ആകുന്ന വരെ കുഴയ്ക്കണം. അപ്പോഴാണ് ആ പിടി നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. നമ്മൾ പിടിക്ക് വേണ്ടിയിട്ടുള്ള മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി വളരെ ചെറിയ ഉരുളകളാക്കി നല്ല സ്മൂത്തായിട്ട് ഉരുട്ടിയെടുക്കുക. 2 കൈയിലും ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്മൂത്തായിട്ടുള്ള ഉരുളകൾ നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ സ്മൂത്തായിട്ടുള്ള ഉരുളകളല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പിടികളാക്കി എടുത്താലും മതി. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇത് അങ്ങനെ നമ്മൾ പിടിക്കുള്ള ഉരുളകളെല്ലാം ഇവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിടിക്ക് കുഴച്ച മാവിൽ നിന്നും വളരെ കുറച്ച് അവസാനം നമ്മളൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഇത്രയാണ് ഞാൻ മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പിടിയിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു പിടിക്ക് നല്ലൊരു കൊഴുപ്പും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു അരി ഒന്ന് കലക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അരി എടുത്തിട്ട് കലക്കി ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ മാവിൽ നിന്ന് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്താൽ മതി. നന്നായിട്ട് കട്ടകളില്ലാതെ ഒന്ന് അലിയിച്ചെടുക്കാൻ പോവാണ്.
അങ്ങനെ 3 കപ്പ് വെള്ളത്തിൽ നിന്ന് ബാക്കി വന്ന 1.5 കപ്പ് വെള്ളം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വെള്ളം ഞാനിപ്പോൾ അളന്ന് കാണിക്കുകയാണ്. 1.5 കപ്പാണ് വന്നിട്ടുള്ളത്. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പിടി ഉണ്ടാക്കാൻ പോകുന്ന പാത്രമാണ്. ഈ വെള്ളം ഇനി നന്നായിട്ട് തിളപ്പിച്ചിട്ടാണ് നമ്മളിനി പിടി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ചില സ്ഥലങ്ങളിൽ പിടി വെള്ളത്തിൽ വേവിച്ചിട്ട് അവസാനം അരിപ്പൊടി കലക്കി മാത്രമാണ് ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ വ്യത്യസ്തമാകാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ, ലൈറ്റായിട്ടുള്ള തേങ്ങാപ്പാലാണ്, ഒരുപാട് കട്ടിയില്ലാത്തത്. അപ്പോൾ 1.5 കപ്പ് വെള്ളം പ്ലസ് 1 കപ്പ് തേങ്ങാപ്പാൽ, അങ്ങനെ മൊത്തത്തിൽ 2.5 കപ്പാണ് വെള്ളത്തിൻ്റെ അളവ് വന്നിട്ടുള്ളത്. ഇനി ഈ തേങ്ങാപ്പാൽ നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. തിളച്ചതിന് ശേഷമാണ് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന പിടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പിടി ചേർത്ത് കൊടുക്കാം. പിടിയിൽ നമ്മൾ നന്നായിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വെള്ളത്തിലും വളരെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. അപ്പോൾ എല്ലാം കൂടെ വരുമ്പോൾ കറക്റ്റ് ഉപ്പായിരിക്കും. ഈ പിടി നമ്മൾ ഇട്ട് പാടെ തന്നെ ഇളക്കരുത്, അത് പൊടിഞ്ഞു പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് ചെറുതീയിലിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് ഇളക്കരുത്. അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഈ പിടി നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പിടിയൊക്കെ ഒരു പകുതി വേവായി വന്നിട്ടുണ്ട്. വീണ്ടും അടച്ചു വെച്ച് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ വേവിച്ചെടുക്കുക. ഒരു പിടി എടുത്തിട്ട് ഒന്ന് നോക്കാം അത് നന്നായിട്ട് വെന്തോന്നുള്ളത്. ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കുഴച്ചിരിക്കുന്ന കാരണം അത് അധിക സമയം എടുക്കില്ല വേവാനായിട്ട്. അങ്ങനെ പിടിയൊക്കെ നന്നായിട്ട് കുറുകി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന ഒരു അരിപ്പൊടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അരിപ്പൊടി ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് പിടി നന്നായിട്ട് കുറുകി വരും. തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് അടച്ചു വെച്ച് നമുക്ക് വീണ്ടും ഇത് കുറുകി വരുന്നവരെ ഒന്നുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ വീണ്ടും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പിടിയുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി പിടിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒന്ന് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. അതുപോലെ ഇപ്പോൾ പിടി കുറച്ച് ലൂസായിട്ട് ഇരിക്കുമെങ്കിലും അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല തിക്കായിട്ട് വന്നോളും. ഏറ്റവും അവസാനം നമ്മൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു ക്രീമി ടെക്സ്ചറും കിട്ടും, നല്ലൊരു ടേസ്റ്റും കിട്ടും. 1-ാം തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഒരുപാടങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. തേങ്ങാപ്പാലിൽ പിടി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിടിയുടെ കൂടെ കഴിക്കാനായിട്ട് ചിക്കൻ കറിയാണ് ഏറ്റവും നല്ലത്. നമ്മുടെ സാധാരണ മുളക് ചേർത്ത ചിക്കൻ കറി നല്ലതാണ്. അതുപോലെ മലബാർ സ്റ്റൈലിലുള്ള ചിക്കൻ കറി നല്ലതാണ്. മലബാർ സ്റ്റൈലിലുള്ള ചിക്കൻ കറിയുടെ ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ എല്ലാവരും ഈസ്റ്ററൊക്കെ നന്നായിട്ട് ആഘോഷിക്കുക. എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ. പുതിയ റെസിപ്പി വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ നമ്മുടെ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത ദിവസങ്ങളെ കാണാം. താങ്ക്